നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. മത്തായിയിലും ലൂക്കോസിലും വിശദീകരിക്കുന്ന ഒരത്ഭുതമാണ് ഈ ശതാധിപന്റെ ബാല്യക്കാരന്റെ സൗഖ്യം. പുറജാതിയായ ഈ പട്ടാള മേധാവി ധനികനാണ്, വിദ്യാസമ്പന്നനും അധികാരമുള്ളവനുമാണ്. പോരെങ്കിൽ യഹൂദരെ ഇപ്പോൾ ഭരിക്കുന്നത് റോമാക്കാരാണല്ലോ. യേശു 30 വയസ്സ് മാത്രമുള്ള അടുത്ത കാലം വരെ തച്ചുപണി ചെയ്ത് ജീവിച്ച ഒരു വിദ്യാവിഹീനനാണ്. കൂടെ കൂടിയിരിക്കുന്നവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മീൻപിടുത്തക്കാരാണ്. ആഢ്യന്മാരായ യഹൂദരും നേതാക്കളും യേശുവിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം യേശുവിന്റെ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനത്തിന്റെ സ്വാധീനം മനസ്സിലാക്കി. യഹൂദരോട് താല്പര്യമുള്ള ആളാണ് ഇയാൾ. യഹൂദന്മാരുടെ ദൈവമാണ് സത്യദൈവം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് യഹൂദർക്കൊരു പള്ളിയും പണിയിച്ച് കൊടുത്ത ആളാണെന്ന് ലൂക്കോസ് 7-ലുണ്ട്. സത്യദൈവം മറ്റാരുമല്ല, മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു തന്നെ ആണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. യഹൂദർക്ക്, അവരുടെ നേതാക്കൾക്ക് അത് മനസ്സിലായില്ല. പക്ഷേ പുറജാതിയായ പട്ടാള മേധാവി, അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു. ആദ്യം അദ്ദേഹം വിചാരിച്ചത് യഹൂദന്മാരുടെ പള്ളിയിലാണ് ദൈവം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ അവർ വിശ്വസിക്കുന്നതാണ് സത്യദൈവം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഒരു യഹൂദനായി ജനിച്ച് യഹൂദനായി 30 വർഷം വരെ വളർന്ന് പിന്നീട് ദൈവവേല അല്ലെങ്കിൽ സുവിശേഷ പ്രചരണം ചെയ്തു വരുന്ന യേശു ആണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം, അല്ലെങ്കിൽ യഹോവ മനുഷ്യനായതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അയാളുടെ പ്രശ്നം തന്റെ ബാല്യക്കാരന്റെ പക്ഷവാത രോഗമാണ്. അയാൾ യഹൂദ മൂപ്പന്മാരെ സമീപിച്ച് ഇക്കാര്യം യേശുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞയച്ചു. അവർ പുറപ്പെട്ട് വിവരം യേശുവിനെ ധരിപ്പിച്ചു. യേശു ആ വീട്ടിലേക്ക് തിരിച്ചു. വീടിന് അടുക്കാറായി എന്ന വാർത്ത കേട്ട ആ പട്ടാള മേധാവി ആളയച്ച് പറയിച്ചു, അങ്ങന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വലിയ വീടാണ് അദ്ദേഹത്തിന്റെ, ഓർക്കണം. അദ്ദേഹം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സാധാരണക്കാർക്ക് കയറി ചെല്ലാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കണം. അങ്ങനെയുള്ള മനുഷ്യൻ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് അങ്ങേ ക്ഷണിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങയുടെ അടുക്കൽ വരാനുള്ള യോഗ്യതയും എനിക്കില്ല. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ പറയുന്നത് അവർ അനുസരിക്കുന്നു. അതുപോലെ അങ്ങയുടെ കീഴിലും പടയാളികളുണ്ട്. അദൃശ്യരായ ദൂതന്മാരുടെ അകമ്പടിയുള്ള ദൈവമാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു ഇത് കേട്ടിട്ട് കൂടെയുള്ളവരോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് പോലും ഇത്ര വലിയ വിശ്വാസം ഇല്ല. യേശു പറഞ്ഞു, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയുന്നതാണ് അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്നാണ്. അല്ല, യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്നുള്ള ആ പട്ടാള മേധാവിയുടെ വിശ്വാസം ആണ് ഈ അനുഗ്രഹത്തിന് കാരണമായി. നാം എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ പോരാ, ആരെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ, യേശു ആരാണ് എന്ന് നാം വിശ്വസിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു എങ്ങനെയുള്ളവനാണ്, യേശു ആരാണ് എന്ന് ആണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് നാം അന്വേഷിക്കേണ്ടത്, അതാണ് നാം പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കിയാണ് നാം യേശുവിനെ വിശ്വസിച്ച് അനുസരിച്ച് ആരാധിക്കേണ്ടത്. ശതാധിപൻ ബാല്യക്കാരനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചത് അതൊരു വലിയ കാര്യമാണ്. ദൈവം യജമാനന്മാരെ മാത്രമല്ല തൊഴിലാളികളെയും സ്നേഹിക്കുന്നവനാണ്. അബ്രഹാമിന്റെ ദാസൻ, മോശയുടെ ദാസൻ, ഗിദെയോന്റെ ദാസൻ, ശൗലിന്റെ ദാസൻ, ഏലിയാവിന്റെ ദാസൻ, ഏലീശയുടെ ദാസൻ, നയമാന്റെ വീട്ടുവേലക്കാരി, യേശു പെസഹ കഴിച്ച വീട്ടിലെ ദാസൻ തുടങ്ങിയവർ അതിന് ഉദാഹരണങ്ങളാണ്. യേശു അപ്പോൾ ജനത്തോട് പറഞ്ഞു, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേക പ്രജാതികൾ വന്ന് ദൈവരാജ്യത്തിൽ പന്തിക്കരിക്കും, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഗുണഭോക്താക്കളാകും. ഇത് സഭയുടെ കാര്യമാണ്. യേശു അന്ത്യനിയോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിനെന്നാണ്. ഇന്ന് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ആളുകൾ യേശുവിന്റെ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അവര് ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്നു. അവരെ ചേർക്കാനാണ് യേശു വീണ്ടും വരുന്നത്. അവരെ ചേർത്ത് യേശു തീർച്ചയായിട്ടും താൻ പറഞ്ഞതുപോലെ ദൈവരാജ്യം സ്ഥാപിക്കും. നമുക്കും ഈ യേശുവിനെ ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ ഭാഗ്യമുണ്ടായല്ലോ എന്നോർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.